അതുള്ള നീക്ക് പ്രാരാബ്ദങ്ങൾക്ക് നടുവിലും അധ്വാനിച്ച് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഉറച്ചാണ് അബ്ദുള്ള ദുബായിൽ വിമാനമിറങ്ങിയത്. ഞാൻ ഇന്നലെ രാത്രി ഡോക്യുമെന്റ് ഒക്കെ ജമാൽഖാന്റെ കൊടുത്തില്ല. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഉമർ ഭായ് നമ്മളെ പുതിയ ആളാണ്. ഇനി ഇവിടെ ഉണ്ടാവും നമ്മളെ കൂടെ. ഒന്ന് നമ്മളെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഉമർ ഭായ് കാണിച്ചു തരുന്നു. ഉമർ ഭായ് പിന്നെ അബ്ദുള്ള ചായ പറയുന്നത് ഇത് ലേബറിന്റെ വർക്ക്. ലേബർ ചെക്ക് ചെയ്യുന്ന ഫോട്ടോ പാസ് നോക്കുന്നത്. الحمد لله تمام. كيف حالك؟ جديد ان شاء الله. تمام؟ لا الحمد لله. اسمع اريد فيزا مع الخدامه. ماشي. اوكي؟ شو اريد؟ وراك صورة من الجواز من انت، بعدين صورة من الخدامة. اوكي. في فوتو موجود. فوتو اريد كم اريد؟ واحد فوتو بس من البنات. واحد اريد ها؟ اوكي. شوف هذا. اوراق موجود؟ هذا في هذا. صورة اريد صح؟ ايوه. اوكي شوف يلا. مظبوط ماشي. بعد شو اريد؟ بس انت الحين يريد ولا بعدين؟ لا متى حسن؟ انا موجود هنا حتى الساعة 7. ايوه. الساعة 8 حسن ان شاء الله؟ ماشي ماشي ماشي. اوكي ان شاء الله ان شاء الله. اوكي. كيف؟ لازم نسوي ها؟ ماشي ماشي. ايوه كم رسوم؟ رسوم ما في مشكلة ان شاء الله. انا بسوي 200. بس رسوم. لا والله زيادة. لا حرام حق انت سبيشال برايس حبيبي. كيف؟ 250 والله. يلا ان شاء الله جايك ها؟ ഇടവേളകളില്ലാത്ത പ്രവാസ ജീവിതത്തിനിടയിൽ വീണ് കിട്ടുന്ന അസുലഭ അവസരങ്ങൾ തൻ്റെ സുഹൃത്തുക്കൾക്കും സഹജീവികൾക്കും സതുപദേശം നൽകിയും നന്മയുടെ പാഠങ്ങൾ പറഞ്ഞുകൊടുത്തും അവൻ ഉപയോഗപ്പെടുത്തി. ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ പാൻറ് മുപ്പായിട്ട് ഫോട്ടോകളും തൊപ്പിടാത്ത ഫോട്ടോകളും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത്രയും ജോലി തിരക്കിന്റെ ഇടയിലും ഒരുപാട് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ എവിടെയാണോ നമ്മളെ കൊണ്ടുപോയി ഇടുന്നത് അവിടെ നമ്മളൊരു മാതൃകാ പുരുഷരായിരിക്കാം. Good morning, sir. Morning. Thank you. Yes, please. Nice to meet you. Thank you, sir. I have an appointment with you. You are Abdullah? Yes. Please have a seat. Can I have your CV? Sure. Okay. Mr. Abdullah. Where you are working now? I'm working with Delta Business and Services. Okay. 2 years. Okay. Why you are leaving your job now? Actually, I completed my contract and now I am seeking a new job. Okay, good. So you are looking for a better experience, I think. Yes, sir. That's fine. Okay, we have an vacancy. It's for a bilingual executive secretary. So you have graduation in Arabic, I think. no. So you can read, write, speak in Yes, Arabic. yes. Okay, good. Where from you learn Arabic? From Kerala, we have a university, Darul Islamic University. Oh, great. I studied there. So that is fantastic, actually. This one. بسم الله. يرجى المحافظة على سدية رمز تعريفي وكلمة السيدي باعتبارهما توقيعا إلكترونيا معتمدا. Okay, that's fine. So really we have great pleasure also Thank you. meeting you here, and inshallah we will contact you Sure. either by phone or by email. Okay. So we will confirm to you if you are appointed here, Thank you. and we will provide you the offer letter and everything. സൗണ്ട് ഒന്ന് കുറച്ചുകൂടെ
കേൾക്കുമ്പോഴെങ്കിലും എന്താണ് ചങ്ങായി हाँ तुम्हें हमने कुछ ഗൾഫൊക്കെ മതിയാക്കിയവരെന്നൊരു ഇങ്ങനെ തോന്നല് എനിക്ക് പരിയില് കുറെ പ്രശ്നങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞാല് പ്രവാസം എന്ന് പറഞ്ഞാൽ നമ്മള് വെറും പൈസ ഉണ്ടാക്കാൻ മാത്രമല്ലല്ലോ കുടുംബമൊക്കെ നോക്കണ്ടേ. അപ്പൊ ആ ഒരു മട്ടത്തിലൊക്കെ വന്നിപ്പോ 2 കൊല്ലം കഴിഞ്ഞു. കമ്പനിയൊക്കെ ഇപ്പം മാറാനുള്ള സാധ്യത, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ കമ്പനിയൊക്കെ മാറി വേറെ ഇതൊക്കെ ആവും. പിന്നെ പൈസ വല്ലാതെ കിട്ടിയാല് ഇവിടെ അങ്ങനെ പോകും. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാല് കമ്പനി മാറും. അപ്പൊ ഇനി നവാസൊക്കെ ഇതാണ്ട് മുൻകൈ എടുത്തിട്ട് നിലത്തി നമ്മളത് ദീനിച്ചിട്ട് ഏത് ചുറ്റുപാടിലാണെങ്കിലും ദീനി കാര്യങ്ങളൊക്കെ ലെവലാക്കിയിട്ട് അങ്ങനെയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് ഈ പ്രവാസത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനെ പോകണം. പക്ഷെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഒരാളൊപ്പം വേണം. എന്നാലിപ്പോ നമ്മളും ഇൻഷാ അല്ലാ എന്തായാലും നോക്ക്. എന്തായാലും ഒരാളിങ്ങനെ ഒപ്പം ഉണ്ടാവുമ്പോഴേ നമ്മള് എനിക്ക് പറ്റേ ഏറ്റവും അടുത്തുകളാണ്. പിന്നെ എന്താണെന്നറിയില്ല, അമ്മായിപ്പാനൊക്കെ കാണാനൊരു പൂതി. ആൾക്കാർക്കൊക്കെ ഒരു പറച്ചില്ല വലിയ ഉദവി കണ്ട് നേരെ ഗൾഫിൽ വന്നാണ്ട് ഇങ്ങനെ പണിയെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് ഇപ്പം നമ്മള് ഓൽക്കറിയില്ലല്ലോ. പിന്നെ കുറച്ച് നാട്ടില് നമ്മള് ബ്രാഞ്ച് സ്ഥാപനങ്ങൾ അവിടെയൊക്കെ അല്ലേ എല്ലാ പൈസയിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെയൊക്കെ എന്തായാലും നവാസ് ദ്വാരക്കെ ഒരു സൈഡാക്കിയിട്ട് ഞാൻ എന്തായാലും കടക്കട്ടെ വാങ്ങിക്കണം. ഞാൻ ഉപയോഗം ഉണ്ടാക്കി കടക്കട്ടെ കേട്ടോ. ആള് പിന്നെ എന്താ ചെയ്യാ, പഠിച്ചോന്റെ വിധിയല്ലാന്ന്. ഞാൻ രാവിലെ ചെന്ന് ആദ്യം വിളിച്ച് നീക്കണില്ല. കാരണം സാധാരണ എന്നെ വിളിക്കലാണ് തന്നെ. പിന്നെ രണ്ടാമതും ചെന്ന് വിളിച്ചതാണ്. രണ്ടാമതും ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ വിളിച്ചപ്പോഴും വീട് പണിയൊക്കെ എന്തെങ്കിലും അല്ലേ, കുറെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ജോലിക്ക് മാറിയിട്ട് റാട്ടാവെന്ന് വിചാരിച്ചിരിക്കുന്നു. പകുതിയായിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. ബാക്കി തന്നെയാണ്. എന്തായാലും ആഗ്രഹത്തിന്റെ കാര്യം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. ഉണ്ടാക്കിയാണ് എല്ലാരെയും പറഞ്ഞ് ഒരു നല്ല രീതിക്ക് കൊണ്ടുവന്നു കുറെ ആളുകളെ. മരണം നിന്റെ ചെരുപ്പിന്റെ